Hello. Hi. My dear friends. Hi. Vasundara Babu. Vasundara Babu. Hi. Mahi. Hi dear. Prabhakaran. Hi. Krishnamurthy. Hi. Hi. നേരത്തെ വന്നു ആലോചിക്കേണ്ട വിനീഷേട്ട അന്ന് നേരത്തെ വന്നു. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞാണല്ലോ നേരത്തെ വരുന്നത്. കാർത്തിക് ഹായ്. കവിൻ സൂപ്പർ. പ്രഭാകരൻ ഗുഡ് നൈറ്റ്. മുഹമ്മദ് ഹായ്. സത്യ ഹായ്. മഹേന്ദ്രൻ ഹായ് ഡിയർ. വിനീഷേട്ട ഹായ്. സുരേഷ് ഹാപ്പി ഈസ്റ്റർ. ഹലോ സൂര്യ. കവിൻ ഹായ്. ശ്രീധരൻ ഹായ്. ഏലു മലൈ ഹായ്. ഹായ്. സുഖമല്ല എല്ലാവർക്കും? ചൂടെടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഭക്ഷണം കഴിച്ചോ? എന്താണ് സ്പെഷ്യൽ? എന്താണ്? ഹാപ്പി ഈസ്റ്റർ. വിരൻ മാരി നാഗരാജ് ബ്യൂട്ടി ക്വീൻ ഹസ്ബൻഡ്. ഓക്കെ. ഹായ്. വേലുസ്വാമി ഹായ്. ഹൗ ആർ യു? ബാബു ഹായ്. അരുൾ രാജ്. അൻപു ഹായ്. ബാബു ഹായ്. സൂര്യ സാപ്പിട്ടാച്ചാ? സാപ്പിട്ടീங்க. മുരുകൻ ബാബു ഹായ്. മുരുകൻ മുരുകേശൻ. സുരേഷ് ഗോപി ഹാപ്പി ഈസ്റ്റർ. മരി ഹായ്. ബാബു ഹായ്. ഏലുമലൈ ബാബു ഹായ്. സുബ്രഹ്മണ്യം ഹായ്. മുഹമ്മദ് ഹായ്. ഗുഡ് നൈറ്റ് ഡിയർ. ആരും വന്നില്ല. രാത്രി എവിടെയെങ്കിലും പോകാനാണോ? ആരും വന്നില്ല. രാത്രി എവിടെയും പോകാനല്ല ഏട്ടാ. എന്താ പറയുക, ചൂട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാൻ നേരത്തെ വരും പറഞ്ഞായിരുന്നു. സുരേഷ് ഗോപി ഭക്ഷണം കഴിച്ചാ വിനീഷേട്ടാ? സുരേഷ് ഗോപി അവിടെ ചൂടന്നുള്ളൂ ഏട്ടാ. ചൂടന്നുള്ളൂ കണ്ടോ, ഇപ്പൊ തന്നെ വേർത്ത് കഴിഞ്ഞു. പ്രകാശ് ഹായ്. കിട്ടോസ് സൂപ്പർ ഡിയർ. താങ്ക് യു. എത്ര മണിക്ക് വന്നു? ഞാൻ 8:00. ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഫ്രണ്ട്സ്. ഞാൻ കഴിച്ചോ? ഞാൻ കഴിച്ചു കേട്ടാ. നല്ല ചൂട്, എന്ത് ചെയ്യാനാന്നറിയില്ല. വാവ് വെരി നൈസ്. അൻപുരാജ് ഏലുമലൈ. ബാബു കുഞ്ചു ഹായ്. ബിനു എവിടെ ഉണ്ടായിട്ടാ? വിളിച്ചാൽ കിട്ടുന്നില്ല. ശ്രീനിവാസ് ജയ്ഷ സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഉള്ളൂ. പിന്നെ എന്താണ് കഴിച്ച എല്ലാവരും? എന്താണ് സുഖമല്ലേ? എവിടെന്നോ നല്ലൊരു കാറ്റ് വരുന്നു. ഹാ, എൻ്റെ ഫാൻ ഓടുന്നതിൻ്റെ കാറ്റ് കുറച്ചൊന്ന് സ്പീഡായിട്ട് ഓടുന്നു. എന്ത് പറ്റി? ചൂടെല്ലാവർക്കും ഉണ്ട്, ഒന്നും ചെയ്യാനില്ല, അനുഭവിക്കുക. കോയമ്പത്തൂർ ഞാൻ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ആണോ സുരേഷിട്ട? ഓക്കെ. കുമരേശ സത്യ ഹായ്. അനിക്കുട്ടി ഫുഡ് കഴിച്ചോ? എന്തൊരു ഫുഡ് ഇന്ന്? ചോറന്നെ ഏട്ടാ. സോബിൻ ജോസ് ഏട്ടാ. സൺഡേ സ്പെഷ്യല് അതെ, മട്ടൻ കറി, ചോറ്. കുഞ്ചു മോഹൻ അതീവ സുന്ദരിയാണ് കേട്ടോ. ഇല്ലേ, അങ്ങനെയൊന്നുമില്ല കേട്ടോ. SM ശ്രീനിവാസൻ സൂപ്പർ. താങ്ക് യു. എല്ലാവരും ഭക്ഷണം കഴിച്ചോ? എന്താണ് പിന്നെ ഒന്നും മിണ്ടാത്തത്? മിണ്ടിയിട്ടോളെ. കമൻറ്റേജ് വരുന്നില്ല. എന്തോ പറ്റി ഫ്രണ്ട്സ്?
ഒരു പാട്ട് പാട്. ഓക്കെ സുരേഷ് ചേട്ടാ, ഞാൻ പാടാം. ഒരു പാട്ട് മൂളണ, ഒരു പാട്ടിന്നീണം കേക്കണ. സതീഷ് സൂപ്പർ. ഒരു മാറ്റം. ജലദോഷം പിടിച്ചു? ഇല്ല ഏട്ടാ സലീമേട്ട, ജലദോഷമൊന്നുമില്ല. ചൂട്. അയാം സതീഷ് ഫ്രം സിംഗപ്പൂർ. ഓക്കെ. ഹരി ബാബു ഹായ്. ബാബു ഫാൻ ഓടുന്നുണ്ട്. കുറച്ച് കാറ്റ് വരുന്നുണ്ട് കേട്ടോ, നല്ല തണുത്ത കാറ്റ്. കാറ്റ് കൊള്ളാതെ കൊള്ളുമ്പോൾ തണുത്ത കാറ്റൊക്കെ തോന്നും അല്ലേ? മണി ഹായ്, ഐ ആം സതീഷ് ഫ്രം സിംഗപ്പൂർ. തുമ്പിപ്പിന്നി വാവാ, തുമ്പച്ചോട്ടി വാവാ, പാട്ട് മാറിപ്പോയാ അല്ലേ? ഗുഡ് നൈറ്റ് ചീ, ഗുഡ് നൈറ്റ്. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മിണ്ടുന്നില്ല. കൃഷ്ണൻ ഹായ്. സമയം അല്ലാതെ സമയത്ത് വന്നാൽ ആരും വരില്ല, ആർക്കും അറിയില്ലല്ലോ. മെൻഷൻ ചെയ്യേട്ടാ ബിനീഷ് ഏട്ടാ, ഒന്ന് മെൻഷൻ ചെയ്ത് വിടി എല്ലാവർക്കും ഒന്ന്. മുരുകൻ, യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. പ്രകാശ് ഗുഡ് നൈറ്റ്. ക്ലിയർ ഇല്ല അതാ നാസറേട്ട, ക്ലിയർ ഇല്ല. തമിഴ് സെൽവം, നാസറേട്ട സുഖമല്ല ഏട്ടാ? എന്താ ഏട്ടാ ഇന്നലെ മിണ്ടാതെ പോയത്? ഒന്നും പറയാതെ ഗുഡ് നൈറ്റ് പറഞ്ഞു പോയത്. ഞാൻ എത്ര വിളിച്ചറിയോളൂ ഏട്ടാ. ബാബു കഴിച്ചിട്ട് കഴിച്ചു. പിന്നെ മനോഹർ സൂപ്പർ. മുരുകൻ യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. അടിപൊളി വേഷം. താങ്ക് യു. ഹായ് രാധേട്ടാ, മെൻഷൻ ചെയ്യേട്ടാ. ഹായ് രാധേട്ടൻ എന്നല്ല വിളിക്കാൻ പറഞ്ഞത് ഞാൻ. രാധേട്ടനെ മെൻഷൻ ചെയ്യും, ജെറിനേട്ടനെ മെൻഷൻ ചെയ്യും, ജയേട്ടനെ മെൻഷൻ ചെയ്യും. വീര സൂപ്പർ. അയ്യോ എന്താണ് ചേച്ചി പാലക്കാട് വിശേഷം? ചൂടൊക്കെ ഉണ്ട് ഏട്ടാ. ഞാനിപ്പോൾ പാലക്കാടിലെ കോയമ്പത്തൂരാണ്. കോയമ്പത്തൂരിൻ്റെ ഒരു 3/4 ഭാഗം ഇവിടെ ഉണ്ട് ചൂട്. കൃഷ്ണേട്ടാ ഗുഡ് നൈറ്റ്. ബിനു ഗുഡ്. ഇന്ന് തിരക്കുണ്ട് സുരേഷ് ഏട്ടൻ ആണല്ലേ? രാമകൃഷ്ണൻ തമിഴ്നാട് പുതുക്കോട്ട് രാമൻ. ഓക്കെ സോ ബ്യൂട്ടിഫുൾ. വണ്ടിയിൽ പോകണം സുരേഷ് ഏട്ടൻ. ഓക്കെ. സുഖമല്ലേ ശശികുമാർ ഏട്ടാ? സുഖമാണ്. ശരത്തേട്ടാ ഹായ് പൊന്നു. ഹായ് ഏട്ടാ, ഭക്ഷണം കഴിച്ചേട്ടാ? കമ്മലല്ലേ? അത് ഈ കമ്മലിടുമ്പോൾ എപ്പോഴും എനിക്ക് നാസറേട്ടന് ഓർമ്മ വരും. അതാണ് അതിൻ്റെ ഒരു കുട്ടൻസ്. തമിഴ് പറയാനറിയും, വായിക്കാനൊന്നും അറിയില്ല. സിനിമ നടൻ ആണോ? സിനിമ നടനാണോ? രാജേന്ദ്രൻ സാപ്പിട്ടേൻ. പിന്നെന്താണ് ഒരു ഉഷാറില്ലാത്ത? ഞാൻ ഉഷാറായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉഷാറുണ്ടാവില്ല, ഞാൻ ഉഷാറില്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉഷാറുണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ ഫ്രണ്ട്സ്? എന്താ പുള്ളിയുടെ മാതിരി ഉണ്ട്. വല്ലാത്തൊരു ചൂട്. പൊളിയാണ്. താങ്ക് യു കേട്ടോ. റിനീഷ് പാനൂർ ഹായ്. നമ്മളെ മറന്നോ? ഇല്ല ഏട്ടാ റിനീഷ് ഏട്ടാ. മുരുകൻ சாப்பிட்டீங்களா? என்ன ஸ்பெஷல் சண்டே? மட்டன். കൃഷ്ണൻ ഗുരുവായൂരപ്പൻ ഗുഡ് നൈറ്റ്. അനിത ഗുഡ് നൈറ്റ്. മലയാളം എഴുതാൻ അറിയാം, വായിക്കാൻ അറിയില്ല. തമിഴ്നാട് പുതുക്കോട്ടെ രാമകൃഷ്ണൻ. ഓക്കെ രാമകൃഷ്ണൻ സൂപ്പർ. ചൂട് എന്താ ചെയ്യാ യാർ. ഈസ്റ്റർ എങ്ങനെ? ശശികുമാർ ഏട്ടാ ഈസ്റ്റർ നന്നായി പോയി, അടിപൊളിയായിരുന്നു കേട്ടോ ഈസ്റ്റർ.
ഒരു പ്രശ്നമില്ല. ഇന്ന് കുറച്ച് മൈലാഞ്ചി ഇട്ടിട്ടുണ്ടല്ലോ. മൈലാഞ്ചി ഇട്ടിട്ടില്ല, പോയി മൈലാഞ്ചിയൊക്കെ. ഗുഡ് നൈറ്റ് സുരേഷ്. ഹായ് സുരേഷ് ഗോപാൽ, ഗുഡ് നൈറ്റ്. ഓക്കെ அப்படியா? കുമാർ സൂപ്പർ. ശരി എടുക്കാം, പാല് എടുക്കാം, ഞാൻ കൊണ്ടുവരാം കേട്ടോ. നാളെ വരാം കേട്ടോ. ഓക്കെ സുരേഷ് ഏട്ടാ, ഇത് വരാവേ, ഒരു മിനിറ്റ്. നീ പഠിക്കാൻ പറ്റും കേട്ടോ, ഞാൻ പഠിച്ചോളാവേ. നീ മനസ്സിൽ പഠിക്കാൻ വെച്ചാൽ അവർക്ക് കേൾക്കാൻ പറ്റും മൊത്തേ. പഠിക്കണ്ടാണ്. പൊടി കൊടുക്കട്ടോ. പാർത്ഥിപൻ ഗുഡ് നൈറ്റ്. വിജയ് നൈസ്, വെരി ഗുഡ് നൈറ്റ്. ഭക്ഷണം കഴിച്ചു കേട്ടാ, നേരത്തെ കഴിച്ചു, നേരത്തെ വന്നു. ഇന്ന് എവിടെ പോയി? ഇവിടെ ഉണ്ട്. രാജശേഖരൻ എവിടെ പോയി? ശശികുമാരേട്ട എവിടെയും പോയില്ല, ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി, എവിടെയും പോയില്ല. എന്താണ് കാത്തിരുന്ന പെണ്ണല്ലേ, കാലമേറെയായില്ലേ, മുള്ളുപോലെ നൊന്തില്ലേ, നോവിലൊന്നു തേനല്ലേ, വൈകി വന്ന രാവല്ലേ, രാവിനെന്ത് കുളിരല്ലേ. ഗുഡ് നൈറ്റ്, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ ശ്രീധരൻ. ഓക്കെ, ഞാൻ ഇഡലി കഴിച്ചു. ഓ വിനീഷ് ഏട്ടാ, സൂപ്പർ ഏട്ടാ. ഇഡലിക്ക് എന്താണ് അപ്പം ഒന്നും സ്പെഷ്യൽ ചെയ്തില്ല? രാജ ചേച്ചി എവിടെ പോകാൻ? ചേച്ചി എവിടെ പോകുന്നില്ല. മുരുകൻ ഒരു തമിഴ് സോങ് പാടുങ്ങ. തമിഴ് என்ன பாட்டு? പാട്ട് പാടலாம். തൊട്ടു ചേറ് വേറെ കുറച്ച് കംപ്ലൈൻറ്റാ. പൊട്ടു കുത്തടി പുടാ ചുറ്റടി ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക കുത്തടി പുടാ ചുറ്റടി ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക പിന്നെ ആർ യു വെരി സ്മാർട്ട് ആൻഡ് ഗുഡ് നൈറ്റ്. അയ്യപ്പൻ, രാജേന്ദ്രൻ, അശോക്. എനിക്ക് സാരിയിൽ ലൈവ് വരുന്ന സൊന്നാണ്, ബട്ട് ഡ്രസ്സിൽ യൂക്കാണ്. രാജേന്ദ്രൻ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല രാജേന്ദ്രൻ. ഗോപി ദേവാ വീഴല്ലേട്ടോ, ഇല്ലേട്ടോ. ശരിക്കും പറയട്ടെ, മുരുകന് കസേരയിൽ ഒരു സ്പ്രിങ് എന്തോ ലൂസായിക്കണോ, ഇരിക്കുമ്പോൾ താഴേക്ക് പോകുന്നു. എന്തൊരു കഷ്ടമാണ്. മുഹമ്മദ് ഹാപ്പി ഈസ്റ്റർ, താങ്ക് യു. സെൻറ്റു എവിടെ പോയി? ഇല്ല ഇവിടെ ഉണ്ട്. ജെപി ഏട്ടാ, അനു ഇന്ന് നേരത്തെ ആണല്ലോ. നമസ്തേ. ഭക്ഷണം കഴിച്ചേട്ടാ ജെപി ഏട്ടാ? നാസറേട്ടൻ കഴിച്ചിട്ടുണ്ടാവില്ല, സമയമായിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. രമേശ്, ഡാർലിംഗ്. വിട്ടാണ് വായിക്കുന്നത്. നാരായണൻ ഏട്ടാ,
ഇല്ല ഇല്ല ഇല്ല. എന്താ കഴിച്ചേ? എന്താ കഴിച്ചേ? തുടക്കം തുടക്കുന്നുണ്ടല്ലോ. ചോറ്, ഗോപി. നല്ല പാട്ടാണല്ലേ. കേട്ട് നല്ല പാട്ടായി. പിന്നെന്താ? ഐ ലവ് യു ഡാർലിംഗ് രാജശേഖർ. ഗുഡ് നൈറ്റ്. 11:30. എവിടെയാണത്? രാജശേഖരൻ. മഴയില്ല കേട്ടോ ദിനു കേട്ടോ. ഷാള്. ഓക്കെ. വിജയ ഹായ്. ഐ ആം വെയിറ്റിംഗ് ഫോർ യുവർ മെസ്സേജ്. ഫുഡ് കഴിച്ചില്ല. അതെന്താ കഴിക്കാതെ നിന്നത് ചേട്ടാ? സമയമായില്ലേ? സമയം 9:30 ആവാൻ പോകുന്നു. നോമ്പ് തുറന്നു. അതെ അല്ലേ, ശരിയാ. ശക്തിവേല് ഐ ആം കമ്മിങ് പാലക്കാട്. പിന്നെ സന്തോഷ് കഴിക്കാൻ പോകുന്നു. വരുന്നോ? ചിക്കനും കുട്ടി ഒരു പിടിക്കാം. മട്ടനാണ് ഇവിടെ. ബിനീഷേട്ടൻ പോയാ? പാട്ട് എഴുതിവിട് കേട്ടോ ബിനീഷേട്ടൻ. എന്തെങ്കിലുമൊക്കെ എഴുതിവിടെ. കാറ്റേ നീ വീശരിപ്പോൾ, കാരേ നീ പെയ്പ്പോൾ, ആരോമൽ തോണിയിലെൻ്റെ ജീവനരിപ്പോ. കഴിച്ചോ മോളെ? കഴിച്ചു കേട്ടാ ബാലേട്ടാ. ആ പാട്ടിന് റീൽ ചെയ്യോ? ഏത് പാട്ടാണ് കേട്ടാ? വെൽക്കം ദുബായ്. എൻ്റെ വർക്ക് ഉണ്ടോ കേട്ടാ? ഞാൻ വരാം. ഞാൻ റെഡിയാണ്. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടാക്കി തരും. ഐ ആം റെഡി. സജി മാത്യു ഗുഡ് നൈറ്റ്. ശിവാനന്ദ് ഗുഡ് നൈറ്റ്. എന്താ മുരുകൻ നിങ്ങൾക്ക് പിടിച്ച തമിഴ് ഹീറോ? എല്ലാവരും ഇഷ്ടമാണ്. അപ്പടിയെല്ലാം ഇല്ല മുരുകൻ, എല്ലാവരെയും പിടിക്കും. മോൾക്ക് ഇണങ്ങുന്ന കമ്മൽ ഇതാണ്. ആണല്ലേ? ഓക്കെ. ഹാപ്പി ഗുഡ് നൈറ്റ്. ചേട്ടൻ പാട്ട് എഴുതുക ആണ് ചേച്ചി. ഓക്കെ, ചേട്ടൻ എഴുതി. ചേച്ചി ഇവിടെ വെയിറ്റിംഗ് ആണ്. ബിരിയോനെ. ഓക്കെ ഏട്ടാ. പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ? പിന്നെന്താ, അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കില്ലേ? സത്യമായിട്ടാ പറയുന്നത്. നല്ലൊരു ജോലി അവിടെ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാണ് വരാൻ. ഭക്ഷണം കഴിച്ചോ? കഴിച്ചു കേട്ടാ. കാശ് കേട്ടാ. ഭക്ഷണം കഴിച്ചോ? ഞാൻ കഴിച്ചു. ആഹാ, മട്ടൻ വെക്കാനൊക്കെ അറിയാമോ? പിന്നെ ചേച്ചി മട്ടൻ വെക്കുന്നതിൽ പുലിയില്ലേ? തമിഴ്നാട് സ്റ്റൈൽ വില്ലേജ് ഏരിയ വേറെ ലെവലാണ്. വറുത്തരച്ചൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലല്ലോ മട്ടൻ കറി. ആഹാ. അശ്രദ്ധ. ഹലോ പാലക്കാടാണ് സുന്ദരി. സുഖമല്ലേ? സുഖമായിരിക്കുന്നു കേട്ടാ. അപ്പാടി ചൂടെടുത്തിട്ട് വയ്യ. ഇങ്ങോട്ട് പോരെ ഖത്തർ. എനിക്ക് എന്തെങ്കിലും അവിടെ ജോലി ഉണ്ടെങ്കിൽ പറയും, ഞാൻ വന്നു നോക്കാം. ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റല്ല, സോറി, പാസ്പോർട്ടൊക്കെ ഉണ്ട്. ടിക്കറ്റ്, എന്താണ് വർക്ക് വിസ ഒക്കെ അയച്ചുപിടി. ഫ്രീ ഏട്ടാ. ഇന്നെന്താ നേരത്തെ വന്നത്? ഒന്നുമില്ല ഏട്ടാ, ചൂടെടുത്ത് ബോറടിക്കുന്നു. ടിവിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്തോ എല്ലാ പണികളും ഇനിയ പോലെ. കുട്ടികളൊക്കെ നേരത്തെ ഉറങ്ങി. മൂത്ത മോൻ മാത്രമേ ഉറങ്ങിയിട്ടില്ല, ബാക്കി എല്ലാവരും ഉറങ്ങി. നമുക്ക് അതിലൊന്നും തൂങ്ങുന്നില്ല ഇന്ന്. വറുത്തരച്ച പൊളിക്കും. അതെ വറുത്തരച്ചിട്ടേ മല്ലി, മുളക്, ജീരകം, ചുമ്പ്, ഒരു ഏലക്കായ, ഒരു ചെറിയ പട്ട, ചെറിയ ഗ്രാമ്പു ഇട്ട് തേങ്ങയൊക്കെ വറുത്തിട്ട് വെച്ച് ചെറിയുള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയൊക്കെ ഇട്ട് എല്ലാം കൂടെ നന്നായിട്ട് തനിത്തനിയായിട്ട് അരക്കും. അരച്ച് അതിൽ ഒഴിച്ച് മട്ടണിൽ വേറെ ലെവല്. ഇവിടെ വന്നിട്ട് പഠിച്ചാണല്ലോ ഞാൻ ഭാഷ. അവിടെ ചൂടുണ്ടോ? കോയമ്പത്തൂർ ചൂടേ ഉള്ളൂ കേട്ടാ, ചൂടേ ഉള്ളൂ. രാജു.
പിന്നെന്താ നിന്നൊരു കിടക്കം അനീഷേട്ടാ ഗുഡ് നൈറ്റ് അനീഷേട്ടാ. എന്താ സുഖമല്ലേ എല്ലാവർക്കും? മോളെ ചെയ്യുന്നില്ല. അയ്യോ ശ്രീയേട്ട പറയട്ടെ, ഞാൻ വേണ്ടിയെന്ന് കൊതിപ്പിക്കല്ലേ. വെച്ച് തരുമോ മട്ടൻ? ഞാൻ വെച്ചുതരാട്ടാ, ഒന്നും കൊണ്ട് കുഴപ്പമില്ല, ഞാൻ വെച്ചുതരാം. കാശു പുത്തൂര് കൊട്ടേക്കാട് ഞാൻ വന്നിട്ടുണ്ട് അമ്പലത്തിലേക്ക്. ആണല്ലേ? അവിടെ പുത്തൂര് അമ്പലത്തിന് അവിടെ അല്ലേ? കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പൊള്ളോർക്കൂടം പോലെ തേങ്ങി. സ്വാമി പെരിയസ്വാമി എന്താ ഗുഡ് നൈറ്റ്. യൂറോപ്പാ? ആഹാ, യൂറോപ്പ് സൂപ്പർ. ബിനു പീറ്റർ ബിനു. ഓക്കെ. ടി വി ഉണ്ടെങ്കിൽ നീ കാണില്ല. നീ ലൈവിൽ ആയിരിക്കുമല്ലോ. ഇതൊരു സാരമല്ലേ, രസമല്ലേ? അതെ, ഒരുപാട് ആൾക്കാരുമായി വർത്തമാനം പറയാം. അതെ, അത് ശരിയാ. ടി വി ഉണ്ടെങ്കിൽ ലൈവ് വരുന്ന സമയമുണ്ടല്ലോ, അതുവരെയൊക്കെ ടി വി ഒക്കെ കാണാൻ വിചാരിച്ചു. പുതിയ പാട്ടുകളൊന്നും കേൾക്കാൻ വഴിയില്ല. ഏതൊക്കെ പുതിയ പാട്ട് വന്നൊന്നും അറിയാൻ വഴിയില്ല. റീൽസൊക്കെ കണ്ടിട്ടാണ് കാണും. ഞാൻ എത്രയായി ഒരു പാട്ട് പാടിത്തരാൻ പറയുന്നു. ഇപ്പൊ പാടി കേട്ടോ കാശു കേട്ടാ. അങ്ങനെ മുങ്ങിപ്പോയോ? ഇല്ല. രാമുത്തു ഗുഡ് നൈറ്റ്. കൊച്ചി വരെ എത്തി. മട്ടൻ വയ്ക്കുന്നത് എങ്ങനെയെന്നും പറഞ്ഞു തരാമോ? ഓ എനിക്ക് വയ്യ, നാണക്കേട്. ചമ്മൽ. ശ്രീനിവാസൻ ചെല്ലക്കുട്ടി. ஹாய் செல்லக்குட்டி பட்டுக்குட்டி குட் நைட்டு. சாப்பிட்டீங்க? ஸ்டைல் சூப்பராக இருக்கிறீங்களா? தேங்க்யூங்க. ശ്രീനിവാസ് எப்படி இருக்கிறீங்க? வணக்கம்னு எழுதியிருக்கேன். ഹരിദാസ്. ഞാൻ പറഞ്ഞുതരാം. മട്ടൻ കുഴമ്പ് വയ്ക്കാനല്ല, മട്ടൻ 1 കിലോ എടുക്കുക. വേണോ അത്? ഇപ്പം പറഞ്ഞ പോലെ തന്നെയാണ്, വറുത്തരച്ചങ്ങ് വെക്കുക തന്നെ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ഏത് പാട്ടാണ്? ഇതിവിടെ ഏട്ടാന്നാ. ഗുഡ് നൈറ്റ്. അഖിലൻ ഭരണി അഖിലൻ. ഞാനിപ്പോൾ വരാം, വിശക്കുന്നു. എന്നാ പോയി കഴിച്ചിട്ട് വരുന്ന വേഗം. അതാണ് ഞാൻ പറഞ്ഞത്. സമയം എത്രയായി? ശ്രീയേട്ടാ മോളും അടിപൊളി പോകുന്നുണ്ട് കേട്ടോ പരിപാടിയൊക്കെ. താങ്ക് യു ഏട്ടാ ശ്രീയേട്ടാ. എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ വരാനൊരു ഇൻട്രസ്റ്റിങ്ങും. ബാബു പ്രേം രാജൻ അപ്പു ചിന്നു വാസു യാർ ബ്യൂട്ടിഫുൾ. രാജൻ അപ്പു. ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ. 9. പിന്നെ എന്താണ് പോട്ടെ. ഞാൻ ഒരുപാട് എന്താ പറയുക, മൂഡ് ഓഫ് ഒന്നുമല്ല, ചൂട് കാരണേ എനിക്കൊരു പാട്ട് പാടി തരുന്നില്ല. മട്ടൻ കറിയെങ്കിലും തരുമോ? ഞാനിപ്പോൾ വന്നാൽ പിന്നെന്താ, വരും ഏട്ടാ. മട്ടൻ കറിയും ചോറും, ചൂടോടുള്ള ചോറും മട്ടൻ കറിയും തരാം. വരും, ഒരു പ്രശ്നമില്ല. ഒന്ന് ഉരിയാടാൻ കൊതിയായി. മഴവിൽ നിൻ രൂപം എഴുതാൻ കൊതിയായും. മാപ്പ് പറഞ്ഞാൽ പാദം പുണരാൻ മോഹം ഏറെയായി. പാട്ടറിയില്ല. നിനക്ക് ഒരു കൂളർ ഞാൻ വാങ്ങിച്ചു തരുന്നുണ്ട്. ശ്രീയേട്ടാ. ഓക്കെ ഏട്ടാ.
പിന്നെ സെന്തിൽകുമാർ ഹായ് ഗുഡ് നൈറ്റ്. സൺഡേ തന്നെ സ്പെഷ്യല് മട്ടൻ. മഹേഷ് ഗുഡ് നൈറ്റ്. എന്താ എന്നോട് മിണ്ടാത്തത്? അയ്യോ ഷിജു ഏട്ടാ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ? ഒന്നുമില്ല കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. ഞാൻ കണ്ടില്ല ഷിജു ഏട്ടാ. പോകാനാണെങ്കിൽ എന്തിനാ വന്നത്? എന്താ പറയുക, ഞാൻ ഇവിടെ തന്നെ ഇരിക്കട്ടെ, ലൈവിൽ തന്നെ അങ്ങനെ. എന്നാ ശരി, എന്നാ ബൈ ഗുഡ് നൈറ്റ്. അതെന്താ ഗുഡ് നൈറ്റ് ബൈ എന്നൊക്കെ പറയണത്? എവിടെ രാധേട്ടനെ, ജയേട്ടനെ, സാജനേട്ടൻ ആരുമില്ലേ? ആരുമില്ലേ ഇവിടെ? കേട്ടോ. ഈ കുട്ടി പോകില്ല, ഫുൾ നൈറ്റ് ഉണ്ടാകും. ഗുഡ് ഈവനിങ്. ഓ മൈ ഗോഡ്. ഹായ് അനു ഗുഡ് നൈറ്റ്. വോയിസ് പോയല്ലേ? അല്ല ഫോൺ വന്നാണ് കേട്ടാ. പാട്ട് സൂപ്പറാണ്. താങ്ക് യു ഷിജു ഏട്ടാ. എനിക്കിന്ന് വരാൻ പറ്റില്ല. പൂരം പരിയാറാട്ട് ചേറമ്പാറ്റ ഒറ്റപ്പാലം. ഓ ശരി. പ്രോഗ്രാമാണല്ലേ, നടക്കട്ടെ. എന്താണ് പിന്നെ കാശു ഏട്ടാ പറയേട്ടാ, പിന്നെ വിശേഷങ്ങൾ പറയേ. വരാൻ പറ്റില്ലാന്നോ? സഞ്ജയ് റിക്വസ്റ്റ്. മുരുകൻ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ലവ് യു. എവിടെ രാധേട്ടൻ? നമ്മുടെ മെൻഷൻ ചെയ്തിട് ഏട്ടാ. ബിനീഷ് ഏട്ടാ സൂപ്പർ, പ്ലീസ് ഏട്ടാ. എങ്ങനെ കോണ്ടാക്ട് ചെയ്യുക? കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. ഷിജോ മഴയുണ്ടോ അവിടെ? ആ മഴയുണ്ട്. നമ്മള് ഇപ്പോൾ കാണുന്നില്ല. പ്രദീപൻ ഏട്ടാ കാണുന്നുണ്ട്, ഇവിടെ കാണുന്നുണ്ട് ഏട്ടാ. സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ചോ? രമേശ് ഏട്ടൻ ആർ യു തമിഴ് അണ്ടർസ്റ്റാൻഡ്? തമിഴ് പഠിക്ക தெரியாது, പേസ தெரியும். ഇവിടെ മഴയാണ്. ആണോ ഷിജു ഏട്ടാ? സൂപ്പർ ഏട്ടാ, എൻജോയ്. അടുക്കളയിൽ ഒരു AC വെക്കണം. വല്ലാത്തൊരു അത്രയ്ക്കൊന്നും ആയിട്ടില്ല ഏട്ടാ. ഒരു സമ്മാനം തരാം. എന്താണ് സമ്മാനം? പറയൂ ഏട്ടാ, വേഗം പറയും. സമ്മാനം എന്താണെന്ന് അറിയാനായി ചേച്ചി തിടുക്കത്തിലാണ്. അത് ഡിലീറ്റ് ചെയ്താ? തൊട്ടുരുമ്മിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ല മൂടി ചുരുളി മുകിലായി, നിന്നെ മൂടിപ്പോത ചിരിച്ചാൽ മതിയോ? എന്നാലും എന്റേതല്ലേ, എന്താണ് കവിളിൽ പരിഭവം, മറ്റാരും കാണാ. ബൈ ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. എന്നാ കഴിച്ചോ ഏട്ടാ? ചേട്ടാ കഴിച്ചോ? ഷാജി പാപ്പൻ എറണാകുളം ഹായ് അനിത, റീൽസ് നന്നായിട്ടുണ്ട്. താങ്ക് യു. എല്ലാം കാണുന്നുണ്ട് ആണല്ലേ? ഓക്കെ ഏട്ടാ, താങ്ക് യു. ശിവ അന്നമാല ഒരു പാട്ടുണ്ട്, പക്ഷെ പാട്ടാൻ അറിയുന്നില്ല. സദാശിവം എന്താ എക്സ്പ്രഷൻ പാടി ഒപ്പിച്ചു. അതേട്ടാ. രാജകുമാർ ഹായ് ഫ്രണ്ട്സ്. അനിൽകുമാർ രാജകുമാർ ഒപ്പിച്ചു.
ഷിജോ ഗുഡ് നൈറ്റ്. ഷിജോ ഏട്ടാ ഗുഡ് നൈറ്റ് പറഞ്ഞു പോവാ. എന്താ ഏട്ടാ അങ്ങനെ ഇരിക്കേട്ടാ, നമുക്ക് മെല്ലെ പോവാ. ഇന്നിപ്പോ ഞായറാഴ്ചക്കല്ലേ, നാളെ വർക്ക് ഉണ്ടാവുമല്ലേ, നാളെ തിരക്കായിരിക്കും. എനിക്ക് തിങ്കളാഴ്ച ഇഷ്ടമല്ല, പണ്ട് തൊട്ടേ എനിക്ക് തിങ്കളാഴ്ച ഇഷ്ടമല്ല. ഞായറാഴ്ച കഴിഞ്ഞാൽ തിങ്കളാഴ്ച ആവുന്നുണ്ട്. எப்படி இருக்காங்கக்கா? நான் நல்லா இருக்கிறீங்க. நீங்கள் நல்லா இருக்கிறீங்களா വിജയകുമാർ? എനിക്കൊരു ഗിഫ്റ്റ് തരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വിജയകുമാർ ഗിഫ്റ്റ് തരണമെങ്കിൽ ഞാൻ അഡ്രസ്സ് അയച്ചു തരണം. സദാശിവം നൈസ് വോയിസ് പ്ലീസ്. രാകേഷ് കുമാർ ഗുഡ് നൈറ്റ്. ഷിജോ ഞാൻ അഡ്രസ്സ് അയച്ചു തരാം, അപ്പോഴേ എനിക്ക് ഗിഫ്റ്റ് തരാൻ പറ്റുള്ളൂ. ഊണ് കഴിച്ചോ? വരാം. ഊണ് കഴിച്ചിട്ട് വരാം. ഓക്കെ ഏട്ടാ, കഴിച്ചിട്ട് വരും. ഷാജി പാപ്പൻ എറണാകുളം. ഓക്കെ. രാകേഷ് കുമാർ ഗുഡ് നൈറ്റ്. നാളെ കാണില്ല. എന്താ ഏട്ടാ? ഷിജു ഏട്ടാ എന്ത് പറ്റി? എന്തിനു വേറൊരു സൂര്യോദയം, അതെന്താ ഞായറാഴ്ച 2 വട്ടം ആക്കാം? അതെന്താ ഞായറാഴ്ച 2 വട്ടം? എന്നാലും തിങ്കളാഴ്ച നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ, തിങ്കളാഴ്ച വന്ന് തന്നെ ആവുമല്ലോ. എനിക്കതുകൊണ്ട് ഇഷ്ടമല്ല തിങ്കളാഴ്ച. സ്കൂളിൽ പഠിക്കുമ്പോൾ പണ്ടേ ഇഷ്ടമല്ല, സ്കൂളിൽ പോകാനേ ഇഷ്ടമല്ല, അത് വേറെ കാര്യം. ഞാനിങ്ങനെ സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ പറയുക, പോയത് തിരിച്ചു വരും. അംഗനവാടി പോയാലും തന്നെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തന്നെ തിരിച്ചു വരും. അറിയാതെ അയ്യോ ഏട്ടാ, ഇപ്പൊ ഈ പാട്ട് പാടാൻ പറ്റി പോവും. അറിയാതെ പവിഴവാർ തിങ്കൾ അറിയാതെ അലയാൻ വാ ഈ പ്രണയകൽപ്പത്തിലമരാൻ വാ, ഇതൊരമരഗന്ധർവയാം, ഇതൊരനക സംഗീത സല്ലാപം. തിങ്കൾ വേണ്ട എങ്കിൽ നാളെ കാണില്ല എന്നല്ല, നീ നാളെ കാണില്ലേ എന്നാ ചോദിച്ചത്. ഞാൻ കാണും, ഞാൻ എവിടെ പോവാനായിട്ടാ, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാകും. ഇതൊക്കെ തന്നെയല്ലേ റീൽസ്, ലൈവ്, ഇതൊക്കെ തന്നെ. നിസാർ മുഹമ്മദ് ഏട്ടാ, സ്കൂൾ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് തിങ്കളാഴ്ച തീരെ ഇഷ്ടമല്ല. അത് എനിക്കിഷ്ടമല്ല ശ്രീകേട്ട. ഞായറാഴ്ച ഇങ്ങനെ കടന്നുറങ്ങും, ഇങ്ങനെ ആലോചിക്കും നാളെ സ്കൂളിൽ പോകണം, തിങ്കളാഴ്ചയാണ് എന്നും ഞാനിങ്ങനെ, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പോഴും അംഗനവാടിയിൽ തന്നെ ഉള്ളത്. ഉറങ്ങരുതേ. അതാ ഏട്ടാ, ഞാൻ നേരത്തെയാണ് സുമേഷ് ഏട്ടാ പോയി കിടന്ന് ഉറങ്ങാൻ പറയുന്നു. ഉറങ്ങാൻ പോകുക തന്നെ. തിങ്കളാഴ്ച സ്കൂളിൽ പോകണം, അത് ഇഷ്ടമല്ലാത്തത്. അതാ ഇഷ്ടമല്ലാത്തത്, അതെന്നെ ഇഷ്ടമല്ലാത്തത്, വേറൊന്നുമില്ല. തിങ്കളാഴ്ച, ഞായറാഴ്ച ഭയങ്കര ഹാപ്പി ആയിട്ട് TV ഒക്കെ കണ്ട് ഒന്ന് കറങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കും. പിന്നെ രാത്രി ഇങ്ങനെ കിടക്കുമ്പോൾ നാളെ രാവിലെ എണീച്ച പിന്നെ പഴയതുപോലെ തന്നെ സ്കൂളിൽ പോകണം. അതുകൊണ്ടാണ് എനിക്ക് തിങ്കളാഴ്ച ഇഷ്ടമല്ലാത്തത്. ഇപ്പൊ ജോലിയുള്ളത് അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുമ്പോൾ കഷ്ടമായിട്ടുള്ള വർക്കൊക്കെ ഉണ്ടെങ്കിൽ നാളെ തിങ്കളാഴ്ച വർക്ക് ചെയ്യണം. ഉണ്ട് ഏട്ടാ, ഷിജു ഏട്ടാ ഉണ്ട്. ഉണരു നീ ഗാനം ഉരുകുമെന്നും. എന്താണ് വിശേഷം ടീച്ചറെ? സതീഷ് ഏട്ടാ വിശേഷം സുഖമാണ് ഏട്ടാ. ടീച്ചർ ഒന്നും അല്ലാട്ടുള്ളൂ, ഞാനൊരു സാധാരണ വീട്ടമ്മ ഏട്ടാ. സുന്ദരി അമ്മത്തെ, താങ്ക് യു ഏട്ടാ. ഹെയർ സ്റ്റൈല് താങ്ക് യു ഹക്കിം ചേട്ടാ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. ഇന്നലെ ശരിക്കും ഉറങ്ങിയല്ലേ, അതിന്റെ തെളിച്ചം ഉണ്ട് മുഖത്ത്. അതെങ്ങനെ മനസ്സിലായി? ഇന്നലെ ഉറങ്ങി. അതെ ഉറങ്ങി. ഹായ് മണി, ലേറ്റ് ആഴ്ചകൾ ഇന്ന് കൊഞ്ചം നേരത്തെ വന്നിട്ടീங்க. நான் மணி இன்னைக்கு நேரத்தில் வந்துட்டேன். ஐ ஆம் வெரி லேட், ஸோ
സോറിപ്പാ. അതെന്നല്ലേ സാരിയില്ലേ, ഞാൻ നേരത്തെ അംഗനവാടി ടീച്ചർ. അംഗനവാടി ടീച്ചർ അല്ലേ. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ട പാട്ടാണത്. അതല്ലേ ഷിജു ഏട്ടാ, ലവ് யூ ஸோ மச். ஓகே மணி, சாப்பிட்டீங்களா மணி? சொல்லுங்க மணி. அப்புறம் ஜெரின் ஜெசு ஓய் சூப்பர், தேங்க்யூ தேங்க்யூ தேங்க்யூ. പിന്നെ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹലോ, സമയം എത്രയായി? പോട്ടെന്നാ. ആരും ഒന്നും മിണ്ടില്ലെങ്കിൽ പിന്നെ ചേച്ചി പോവും. ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട്. ശിവകുമാർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഓമാന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണ്ണൻ. അംഗനവാടി ടീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണത്. ഓക്കെ, പാട്ടുക്ക് ഇന്ന് മട്ടനായിരുന്നു. എന്താ ഏട്ടാ ഇന്ന് മട്ടനായിരുന്നു. പാട്ടിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ പറയൂ. വാസു ചെല്ലക്കുട്ടി ചെല്ലക്കുട്ടി ഗുഡ് നൈറ്റ്. സാപ്പിട്ടീங்களா ചെല്ലക്കുട്ടി? ட்ரெஸ் சூப்பர், தேங்க்யூ தேங்க்யூ. എങ്കിൽ ഗുഡ് നൈറ്റ്. സോറി നാനും ரொம்ப ലേറ്റാ വന്നപ്പോൾ. ഇല്ലപ്പാ, ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. പോകുമ്പോൾ പറഞ്ഞിട്ട് പോവാവുള്ളൂ, ഞാൻ പാട്ട് എഴുതുവാണേ. ഇല്ല വട്ടയിലെ പന്തലിട്ട് പൊട്ടു തൊട്ടു ഞാനിരുന്നു, പാലപ്പൂ തുമ്പികളെ കൂട്ടിരുന്നു, കണ്ണാടിപ്പുഴ പാടി മുല്ലാനി കതിരാടി, നീ മാത്രം എന്തേ വന്നില്ല, നീ മാത്രം എന്തേ വന്നില്ല. നാളെ എപ്പോഴാണ് ലൈവ് വരിക? ഉച്ചയ്ക്ക് ഏട്ടാ. സാപ്പിട്ടേൻ. ഓക്കെ, നാനും സാപ്പിട്ടീங்க. சொல்கிறாங்க சுரேஷ், நீங்கள் சாப்பிட்டீங்களா? நான் சாப்பிட்டீங்க. ஐயோ என்ன இது, கொஞ்சம் மென்ஷன் பண்ணி விடுறீங்களா? மென்ஷன் பண்ணுவீங்களா? அதான் ജയേട്ടന്, രാധേട്ടന്, സാജനേട്ടന്, ജെറിനേട്ടന് എല്ലാവർക്കും ഒന്ന് മെൻഷൻ ചെയ്ത് വിടൂ പ്ലീസ്. സുന്ദരി നിസാർ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. താങ്ക് യു വിനീഷ് ഏട്ടാ. നിസാർ ഏട്ടാ താങ്ക് യു. മണി ഹായ് സുരേഷ്. சாப்பிட்டீங்களா സുരേഷ്? മെൻഷൻ பண்ணி വിടുങ്ങ മണി പ്ലീസ്. മണി നമ്മുടെ ഫ്രണ്ട്സ് മാന്നെ കാണുന്നില്ല. പി കെ കുമാർ ഹായ്. അനിത ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സോറി പാ. വൈ முடியாதுன்னு சொல்கிறீங்களா? நம்ம லைவில் இன்வைட் பண்ணுங்க. ചെല്ലം പാടി നടക്കണ പുൽച്ചാടി. ഓക്കെ മോളെ ഗുഡ് നൈറ്റ്. അതെന്താട്ടാ പോകുന്നേട്ടാ? ഇരിക്കേട്ടാ. ആഹാരം കഴിച്ചു. വിനീഷേട്ടാ എവിടെ ആയിരുന്നു? സുഖമാണോ? 1000 டைம்ஸ் சாரிப்பா. எதுக்குங்க? என்னாச்சு உங்களுக்கு? என்னாச்சு? ஐயோ கடவுளே வையா. എന്താ നാസറേട്ടൻ പോകുന്നേ? കേട്ടാ എന്താട്ടാ അങ്ങനെ? ഓലെ തുമ്പത്തിരുന്നു ഞാലാടും ചെല്ല പൈങ്കിളേ, നിന്റെ ബാലഗോപാൽ എന്നെ തേപ്പിക്കുമ്പോ പാടരേ. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്തു ഞാൻ വിളിക്കും നിന്നെ, എന്തു ഞാൻ വിളിക്കും? പ്രിയനെന്നോ പ്രിയതമനെന്നോ പ്രാണേശ്വരനെന്നോ
നമുക്കുമൊരു പെൺകുഞ്ഞുണ്ടായാൽ നാം എന്തവനെ വിളിക്കും? ഓ നാം എന്തവനെ വിളിക്കും? കണ്ണെന്നോ കരളെന്നോ? നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുത്തേ. നിസാറായിട്ടാ. ഓക്കെ ഏട്ടാ. ഫുഡ് കഴിക്കണം, ഉണ്ടാക്കണം. ഓ ശരി ശരി ശരി, പറ്റൂ ചേട്ടാ. മണി വാട്ട് പ്രോബ്ലം പ്ലീസ് ടെൽ മീ. 4 ദിവസം പനിയായിരുന്നു. 4 ദിവസം അല്ലേ? അയ്യോ. എന്നിട്ടിപ്പോൾ എങ്ങനെയുണ്ട് വിനീഷേട്ടാ? എന്താ ഈ സമയത്ത് പനി പിടിച്ചത്? ചൂടുകാലല്ലേ, പെട്ടെന്നാർക്കും പനി പിടിക്കാറില്ല. തണുത്ത വെള്ളം അങ്ങാണ്ട് കുടിച്ചിട്ടുണ്ടാവില്ലേ? പുസ്തകങ്ങൾ വരി വരി വരിയായി, കാണിക്ക മരങ്ങൾ നിര നിര നിരയായി, വീട്ടുയരത്തിൽ മരുഭൂമി വിലസിടുന്നു. എനിക്ക് പനിയില്ലല്ലോ. ബിനീഷേട്ടനല്ല, വിനീഷേട്ടൻ. വിനീഷ്, ഞാൻ സിനിമ കാണാൻ പോകും. എവിടെയാണ് പോണേട്ടാ? തിയേറ്ററിലല്ലേ? ഒന്നുമില്ല ബിനീഷ് ബ്രോ. അനിത അതാ മുന്നാടി வந்து இருக்கிறாங்க, என்னோட சைடு மிஸ்டேக் இல்லை. எஸ், அதான் சொன்னீங்க. நான் ஆனால் சொன்னேன் மதியானம், இன்னைக்கு நேரத்திலே வரும்னு சொன்னாங்க. நைஸ் சாங். ஓகே ஹரிதாஸ், குட் நைட், ஸ்வீட் ட்ரீம்ஸ். அனிதா பாலக்காடு. ஓகே ஹரிதாஸ், சாப்பிட்டீங்களா? என்ன பண்ணுறீங்க? எப்படி இருக்கிறீங்க? எப்போவுமே நீங்கள் எனக்கு ஃப்ளவர் எப்போவுமே இன்வைட் என்ன ലൈവിൽ വരുമ്പോൾ നിറയെ ഫ്ലവറോടെ കൊണ്ടുവരീங்க. സൂപ്പർ. ചെമ്പരത്തി പൂ വളരെ വളരെ ഇഷ്ടമാണ്. കുറേ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പൂവാണ് ചെമ്പരത്തിപ്പൂ. പോട്ടെ എന്നാ ഫ്രണ്ട്സ്. കാറ്റേ കാറ്റേ നീ പൂക്കാൻ മരത്തിലെ പാട്ടും മൂളി വന്നോ, ഞാനിപ്പോ കടലി വാഴ ആകെ നിറഞ്ഞോ. പ്രോബ്ലം വെയിറ്റ് പ്ലീസ്. നോ പ്രോബ്ലം. വേലുസ്വാമി, ഹായ് മൈ ഡിയർ ഫ്രണ്ട്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇത്ര ആയിട്ടുള്ളൂ. ഓ എന്താ ഇന്നത്തെ ദൈവമേ. എന്നോടെന്തിനീ പിണക്കം, എന്തിനാണ്? ഷിബു ഏട്ടനെ കാണുന്നില്ല. ഷിബു ഏട്ടാ വരൂ. നാസറേട്ടൻ കൊണ്ടുപോയി. രാധേട്ടനെ കാണുന്നില്ല, ജയേട്ടനെ കാണുന്നില്ല, സാജനേട്ടനെ കാണുന്നില്ല. എല്ലാവരും എവിടെ പോയി? ജെറിനേട്ടനെ കാണുന്നില്ല. ജെറിനേട്ടൻ ഒന്ന് ഇൻസ്റ്ററായിട്ട് ഭയങ്കര എൻജോയ്മെൻറ്റിലായിരിക്കും അല്ലേ? എൻജോയ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. നടക്കട്ടെ, സൂപ്പർ, സന്തോഷമായിരിക്കട്ടെ. ഗുരുവായൂർ അമ്പലത്തിൽ വരാറുണ്ടോ? ഇല്ല, വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കുറച്ച് വർഷങ്ങളൊക്കെ ആയി വന്നിട്ടില്ല. എനിക്ക് അനിത ലൈവ് മട്ടുന്താ. ശരി ശരി, ഓക്കെ മണി. കറുപ്പുസ്വാമി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ടേക്ക് കെയർ. ഓക്കെ, ടേക്ക് കെയർ. ഹായ് മൈ ഡിയർ ചെല്ലക്കുട്ടി. சரவணன். ஓகே, சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா சரவணன்? அப்புறம் சூடு இருக்குதுங்களா? சாமி என்ன ஒரு ஹாட்டாக இருக்கு. അയ്യോ കടവുളേ, ഞാൻ അതിന് മെയിനിലെടുക്കുന്നില്ല. ചൂടുണ്ട് എന്നുള്ള കാര്യം നമ്മളെ എന്താ പറയുക, ഞാൻ അതിനെ ആവാഹിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അതിനെ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ചൂടുണ്ട്, എന്ത് ചെയ്യാനാ? എന്തിനാ കണ്ണിൽ തടം, എന്തിനായി നീടം കണ്ണിൽ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യിൽ മുഖം മറച്ചു. ശരവണൻ, ഇന്ന് എൻ്റെ
എൻ്റെ പിറന്നാളാണ്. ഓ വിനീഷ് കുമാർ ഏട്ടാ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എപ്പോഴും എന്നും സന്തോഷമായിരിക്കട്ടെ ഏട്ടാ. ഞാൻ എന്താ പറയുക, എൻ്റെ എല്ലാവിധ പിറന്നാൾ ആശംസകൾ നേരുന്നു ഞാൻ. ഓപ്പൺ ഹെയർ സ്റ്റൈൽ സൂപ്പർ, താങ്ക് യു പള്ളി തുറൈ. മുടിയില്ലപ്പാ, ഭയങ്കര ചൂട്, എണ്ണൊന്നും തരില്ല, കടവുകൾക്ക് തന്നെ തരും. ഷോ വിനീഷ് ചേട്ടൻ എല്ലാവരും ഒന്ന് വിഷ് ചെയ്യും ചേട്ടാ. വിനീഷ് ചേട്ടൻ്റെ ഇന്ന് പിറന്നാളാണ് ഇത്ര. ഒന്ന് ലൈവിലിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സുമാരൊക്കെ ഒന്ന് വിഷ് ചെയ്യും ചേട്ടാ. അതൊക്കെയല്ലേ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു സന്തോഷം. ഒന്ന് വിഷ് ചെയ്യേട്ടാ. മണി വിഷ് ചെയ്യും, മണി വിനീഷ് ചേട്ടാ വിഷ് ചെയ്യേട്ടാ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? നല്ല വിശേഷം. കുറേ നേരമായല്ലോ ലൈവ് വന്നിട്ട്, എനിക്കൊരു സൂചന പോലും കിട്ടിയില്ല. അത് ഞാൻ പറഞ്ഞു മെൻഷൻ ചെയ്യാൻ. ബിനീഷ് ചേട്ടന് ഭയങ്കര ഡിമാൻഡ്. നാളെ ആനന്ദയുടെ പിറന്നാളാണ്, April 1. പിന്നെ താങ്ക്സ്. വിഷ് ചെയ്യട്ടാ ബിനീഷ് ചേട്ടാ. വിനീഷ് ചേട്ടനും ഒന്ന് വിഷ് ചെയ്യട്ടാ. സരവണൻ ഡാർലിംഗ്, ഐ ലവ് യു സ്വീറ്റ് ഡ്രീംസ് ഡാർലിംഗ്. ഹായ് ഗഫൂറേട്ടാ. ഹായ്, ഇന്ന് നേരത്തെ തുടങ്ങിയോ? ഞാൻ റൂമിൽ പോയി നോമ്പ് തുറന്നു വന്നു. അതെല്ലേ. ഹാപ്പി ബർത്ത്ഡേ വിനീഷ് ചേട്ടാ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ വിനീഷ് കേട്ടോ. എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഭക്ഷണം കഴിച്ചു ഏട്ടാ. സായുധ ഏട്ടാ എവിടെയായിരുന്നു ഇത്ര നേരം? നോമ്പിൻ്റെ തിരക്കായിട്ടുണ്ടാവും അല്ലേ? മഴക്കും മല്ലിക മഞ്ചത്തെ വീരിച്ച് കണക്ക് പണ്ണുങ്ങ് കന്നി പൊണ്ണിരിക്കും അമ്മ. നാളേക്ക് യാർക്ക് ബർത്ത്ഡേ അനിത? നാളേക്ക് April full 1. എനിക്ക് ഡിമാൻഡൊന്നും ഇല്ല. ഞാൻ പാട്ട് എഴുതുമായിരുന്നു. ഓക്കെ. ബിനീഷ് എന്താ 6 മാസം കൂടുമ്പോഴാണോ പിറന്നാൾ? ബിനീഷിന് എന്താ 6 മാസം കൂടുമ്പോഴാണ് പിറന്നാൾ? അപ്പോൾ എപ്പോഴായിരുന്നു പിറന്നാൾ? താങ്ക്സ് ഓൾ. ഓക്കെ. സരവണൻ വിഷ് ചെയ്യട്ടാ ഏട്ടന്. ഇന്ന് ബർത്ത്ഡേ ആണ് അത്ര വിനീഷ് ഏട്ടന്. വിനീഷ് കുമാർ CV. ലൈക്ക് ഇടാൻ പറ്റുന്നില്ലല്ലോ. ഓക്കെ, ലൈവ് കണ്ടിന്യൂ. സരവണൻ, ഐ ലവ് യു ടു ഡാർലിംഗ്. ഓ എൻ്റെ നിന്റെ ദിവസം അല്ലേ നാളെ? നിന്റെ ദിവസം അല്ലേ നാളെ? എൻ്റെ ദിവസമാ? അതെന്താ അങ്ങനെ പറയുന്നത്? നിന്റെ ദിവസം അല്ലേ നാളെ? എൻ്റെ ദിവസം മനസ്സിലായില്ല. April 1 എൻ്റെ ദിവസമാണോ? ബിനീഷ്. അപ്പോൾ ബിനീഷ് ബ്രോ, ആർക്കാണ് കോപം വന്നത്? അപ്പോഴേക്കും അവരെന്താ പറയട്ടെ, അവര് കളിയാക്കട്ടെ. നീ ഇതിലൊന്നും നമുക്കൊന്നും പ്രശ്നമില്ല. വേണമെങ്കിൽ 2 പേര് ദേഷ്യപ്പെട്ടിരിക്കുന്നു. പനിശേട്ടൻ നമ്മുടെ ലൈവിൽ നിന്ന് പോകുന്നതായിരിക്കും. എൻ്റെ അല്ല അനിത പിറന്നാൾ നാളെ April 1. മുരുകൻ ഹായ്, വെരി നൈസ്. ഗുഡ് നൈറ്റ് ഫ്രണ്ട്. ഗുഡ് നൈറ്റ് ഹരി, ബ്യൂട്ടിഫുൾ. അനിതയ്ക്ക് നാളേക്ക് ഗുഡ് ഡേ. യെസ്, ഗുഡ് ഡേ. ஓகே, சூப்பர். மணி சொன்னா எனக்கு குட் டே ஆയിരിക്കും. இப்படி சொல்றேன் பாருங்க. ചിരിക്കുന്നു. ആര് ചിരിക്കുന്നത്? അയ്യോ, നാളേക്ക് എൻ്റെ ദിവസമാണെന്ന് പറയുന്നു. അതിനെന്താ, എൻ്റെ നല്ല ദിവസമാണെന്നാ പറയുന്നത്. ഗുഡ് നൈറ്റ് മുത്തേ. അല്ല മണി, എനിക്ക് നല്ല ദിവസമാണെന്നാ പറയണം മണി. അത് ഞാൻ എന്താ പറയാ, അതെന്തൊക്കെയാ വരുന്നു കേട്ടാ, ടൈപ്പ് ചെയ്യിക്കാനൊക്കെ വരുന്നു.
ഗുഡ് നൈറ്റ് മുത്തേ. ഗുഡ് നൈറ്റ് ഏട്ടാ. നാസറേട്ടൻ പോവാ, ഉറക്കം വരുന്നുണ്ടേ. ചന്ദ്രൻ വാട്ട് എ ബ്യൂട്ടി ഡേ. ഓക്കെ പറയൂ. പക്ഷെ എന്താ ചൂടെടുക്കണം ദൈവമേ. ആഹാ അയ്യോ മുടിനും കൂടെ ഇങ്ങനെ ആക്കി. വല്ലാത്തൊരു ഐ വിൽ ഗിവിങ് നാളേക്കോ എന്താണ് സൂപ്പർ ഫോർ അനിത. ഐ വിൽ ഗിവിങ് നാളേക്ക് പോകാൻ എനിക്ക് ഒന്നും പഠിക്കത്തരിയില്ല. நீங்கள் வேற ഇംഗ്ലീഷിൽ. ഏപ്രിൽ 1 എന്നെ ഫൂളാക്കിയിട്ടുണ്ട്. ചെറിയ കുട്ടിയിലായിരിക്കുമ്പോഴൊക്കെ എന്നെ ഒരുപാട് പേര് ഫൂളാക്കിയിട്ടുണ്ട്. വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളൊന്നുമല്ല, ഇപ്പൊ കുട്ടികളൊക്കെ പോയി കല്യാണമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും വിളിക്കണമെന്നൊക്കെ പറയും. കടയിൽ ഏട്ടൻ നിന്നെ വിളിച്ചു എന്ന് പറഞ്ഞു. നമ്മളെന്ത് ചെയ്യും? കുടുകൂടുന്ന് ഓടും. എന്നെ വിളിച്ചിരുന്ന അയ്യോ അനിതേ ഇന്നത്തെ ദിവസം ഏപ്രിൽ ഫുൾ. ശരി ഓക്കെ. അങ്ങനെ സൈലൻ്റ് ആയിട്ട് വരും. നാളെ മണ്ടന്മാരുടെ ദിവസമാണ്, അതാ ഏപ്രിൽ ഫുൾ. ഓക്കെ മണ്ടന്മാരെന്നൊന്നും പറയണ്ട. പ്രദീപ് എന്താ ഗുഡ് നൈറ്റ്. മണ്ടന്മാരല്ല, നുണ പറയുന്നൊരു ദിവസമാണെന്നല്ലേ പറയാം അല്ലേ. അതിന് മണ്ടനാക്കണം എന്നൊക്കെ പറയാം അല്ലയോ. ഓക്കെ ഏപ്രിൽ സ്റ്റാർട്ട്. ഐ വിൽ ഗിവ് ഇ ഡേ ഫോർ അനിത. ഓക്കെ സെൽവം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്നെയോ? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക ഉണ്ടെങ്കിലും ഞാൻ പറയാം ഏട്ടാ. PIOUS ഏട്ടാ. അല്ലാതെ ഇപ്പം എന്താ പറയുക? അതന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്ന് ചോദിച്ചത്. ഭയങ്കര ചൂട്. അങ്ങനെയാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയും ഫ്രണ്ട്സ്. ചൂടെടുത്തിട്ട് വയ്യ. നീർമിഴിപ്പീലിയിൽ നീർമണി തോളുമ്പ് നീരികിൽ നിന്നോ കണ്ണു നീ തുടയ്ക്കാതെ ഒന്നും പറയാതെ ഇന്നും ഞാനും ഒരണ്ണിനെ പോലെ. വേറൊരണ്ണിനെ പോലെ എന്നറിയോ? നാളേക്കോ അനിതയ്ക്കോ നാളെ ഇருக்கு. ഡോൺ വെരി ബി ഹാപ്പി അനിത. നാളേക്കോ അനിതയ്ക്കോ നല്ല നാള് ഇருக்கு. ഡോൺ വെരി ബി ഹാപ്പി അനിത. ഓക്കെ നല്ല ദിവസം ആയിക്കോട്ടെ ദൈവമേ. അതേ പറയുന്നത്. രാധേട്ടൻ പറയേട്ടാ സുഖല്ലേ? ഭക്ഷണമൊക്കെ കഴിച്ച രാധേട്ടാ? എവിടെ നമ്മുടെ സാജനേട്ടനെ കാണുന്നില്ല. അതിൻ്റെ ഒന്ന് എനിക്ക് ഇപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ദിവസങ്ങളിൽ ഈ 1-ാം തീയതിയുള്ള സമയങ്ങളിൽ എപ്പോഴും എനിക്ക് റീച്ച് കുറവാണ്. എൻ്റെ റീച്ച് മൊത്തം പോയിരിക്കുക. സീറോ അല്ല, പകുതി പോയിരിക്കണം. അപ്പം ഈ ഇട ദിവസങ്ങളിൽ എൻ്റെ ഓരോ വീഡിയോ ആയിട്ട് ഡിലീറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? 31 അങ്ങനെ 28 ദിവസം ഒരു വീഡിയോ നിൽക്കുള്ളൂ. അപ്പോൾ 2-3 വീഡിയോ ഒക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് റീച്ച് കുറവ്. അപ്പം നോട്ടിഫിക്കേഷൻ വരില്ല ആയിരിക്കും. ജെറിൻ വന്നിട്ടില്ല. ജയൻ ചേട്ടൻ വന്നിട്ടില്ല. സാജൻ ചേട്ടൻ വന്നിട്ടില്ല. ഗഫൂർ ബായ് വന്നില്ല. ഗഫൂർ ഏട്ടൻ വന്നു. പള്ളിയിൽ പോയിട്ട് നോമ്പ് തുറന്നിട്ട് പോയി റൂമിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരട്ടെ. തമ്മി പെർഫെക്റ്റ്. ശിവ തമിഴ് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണെന്നൊന്നും അറിയില്ല. പേസ തെരിയും ഒരളവുക്ക്. അപ്പോൾ ഓക്കെ. ഹായ് ജയപ്രകാശ് ഏട്ടൻ വന്നു. ജയപ്പേട്ടൻ വന്നൂല്ലേ? പോയി. അനു ഞാൻ വീണ്ടും വന്നു. ചോറ് പോയതാ ഉണ്ടിട്ട് വന്നു. അതെന്നെ
ഇത്രേ വേണ്ടുള്ളൂ സമയം. എനിക്ക് നാളെ പോയിന്റ് ഉണ്ടോ പട്ടിക നോക്കിയില്ല, നോക്കട്ടെ. ചിലപ്പോൾ അടുത്ത ആഴ്ച ഇങ്ങനെ ലൈവില് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായാലും അടുത്ത ആഴ്ച ഉണ്ടാകും. രാജമണി അനിത എന്ന സ്പെഷ്യൽ ഫുഡ് മട്ടൻ സാപ്പാട്. ഗണപതി ഗുഡ് നൈറ്റ്. ജെറിൻ ബ്രോ എസ്റ്റർഡേ சொல்லிட்டாரு நாளைக்கோ வருதாருப்பா. ராதாகிருஷ்ணன் ப்ரோ வரமாட்டேன்னு சொல்லிட்டாங்களா? ஓகே ஓகே மணி, ஓகே ஓகே தேங்க்யூ. രമേശ് ചേട്ടാ ലുക്കിംഗ് ഗുഡ്. ഓൺലൈനിൽ ഇല്ലാഞ്ഞത് ഞാൻ വർക്കിലായിരുന്നു. അതാണ് ഓൺലൈനിൽ വരാത്തത്. ആണോ ഷമീർ ഏട്ടാ? ഓക്കെ ഏട്ടാ, വർക്ക് നോക്കണം ആദ്യം. ഇതൊക്കെ ഒരു എൻ്റർടൈനിങ് വീഡിയോ അല്ലേ, വേണം. സമയം കിട്ടും. വെറുതെ സമയം ഇല്ലാതിരിക്കുമ്പോൾ സമയം പോകാതിരിക്കുമ്പോൾ വെറുതെ വന്നൊന്ന് പിന്നെ ചേച്ചിനെ കളിയാക്കുക, രണ്ട് പാട്ടൊക്കെ എഴുതി വിടുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിന് നാളെ ഏപ്രിൽ 1 വീട്ടി ദിനം. ആരെങ്കിലും ഒക്കെ ഫുള്ളാക്കും, എന്നെ ഫുള്ളാക്കണ്ട കേട്ടോ. ഇല്ല ഏട്ടാ. സിനിമ കാണാൻ പോകാറുണ്ടോ? ഇല്ല ഏട്ടാ, അവസാനത്തെ സിനിമ കണ്ടത് 10 തല, പിന്നെ അതിനുശേഷം സിനിമയ്ക്ക് പോയിട്ടില്ല ഏട്ടാ. വിനീഷ് കുമാർ ഏട്ടാ, എന്നിട്ട് എന്താണെന്ന് ബർത്ത്ഡേ ആയിട്ട് പറയേട്ടാ. ജെ പി ഏട്ടാ, വിനീഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്, ഒന്ന് വിഷ് ചെയ്യേട്ടാ. ജെ പി ഏട്ടാ, വിനീഷ് ഏട്ടൻ അപ്പൊ ഒന്ന് ബർത്ത്ഡേ ആയിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയോ? എന്താണ് പറയണത്? എവിടെയാണോ വീട്? എവിടെയാണോ വിനീഷ് ഏട്ടാ? പരിചയപ്പെടാം നമുക്ക്. யாருமே ஃபோல் பண்ணாதே ஞானிதா. ஐயே, நான் ஃபோல் பண்ண மாட்டாங்க, அதெல்லாம் நம்மளால முடியுமா சொல்லுங்க. நானும் ஒரு மனசு லோலமானது, யாரையும் கஷ்டப்படுத்த மாட்டேன். ராஜேஷ் குட் நைட். ராஜேஷ் வெல்கம் டு പത്തു തല എന്നപ്പാ. 10 തല മൂവി, നമ്മുടെ ചിമ്പു സാറിന്റെ. ഇങ്ങനെയൊക്കെ പറയണ്ടേ? കണ്ടിട്ടില്ല? 10 തല അല്ലേ? 10 തലയാണല്ലോ ആ സിനിമ. അതാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും കണ്ടത്. അല്ല, ആദ്യമായിട്ട് സോറി, അവസാനമായി കണ്ട സിനിമ. നല്ല സിനിമയായിരുന്നു. അതിൽ അനു സിത്താരയൊക്കെ ഉണ്ടായിരുന്നു സിനിമയിൽ. പിന്നെ ആരാ, സൂപ്പറായിരുന്നു. പോരു നീ വാരിളം ചന്ദ്രലേഖേ ആണോ? അതല്ല പാട്ട്. പോരു നീ വാരിളം ചന്ദ്രലേഖേ, ഷാജഹാൻ തീർത്തൊരു രംഗഭൂമി, ഉള്ളി മൂളും പാട്ടറിയില്ല. മണി സാപ്പിട്ടീങ്ക മണി. ചേച്ചിയേട്ടൻ ചോദിക്കുന്നു. അന്നമ്മോ ഒരു മണ്ടി തന്നെയാണ്. ബിനീഷ് പറഞ്ഞില്ലേ ബിനീഷിന്റെ അല്ലെന്ന്. ജെ പി ബ്രോ നീങ്ക സാപ്പിട്ടീங்களா? ഞാൻ സാപ്പിട്ടീങ്ങ. അവർക്കിട്ട് തന്നെ കടവുളേ. ഞാൻ നേരത്തെ കഴിച്ചു. ഇനി ഇങ്ങനെ കുറച്ച് നേരം ഫേസ്ബുക്ക് വാച്ച് ചെയ്ത്. എൻ്റെ അല്ല, വേറെ ആരാണ്? എന്താണ്? എവിടെയാണ്? ഭ്രാന്ത് പിടിച്ചു. ലൈവിട്ട് അതിനതാ പാലക്കാടിന് ഭ്രാന്ത് പിടിച്ചു എന്ന് തോന്നുന്നു. അപ്പങ്ങളെമ്മാടും ഒറ്റയ്ക്ക് ചുട്ടമ്മായി, അമ്മായി ചൂട്ടത് മരുമോനുക്കായി. അമ്മായി കൊച്ചമ്മായി, മരുമോന്റെ പൊന്നമ്മായി, കച്ചവടം പൊട്ടിയപ്പോൾ വട്ടായി പോയി. കണ്ട പാട്ട്. ഭയങ്കര ചൂടെടുത്തിട്ടേ വല്ലാത്തൊരു ചൂടെടുക്കലായിപ്പോയല്ലോ ഭഗവാനെ. നാളെ കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്, നേരത്തെ എണീക്കണം, നാളത്തെ കാര്യങ്ങൾ നോക്കണം. ആദ്യം ഉറങ്ങി എണിക്കട്ടെ അല്ലേ? അതന്നെ പണി. രാധേട്ടൻ ചോദിച്ചത് ബർത്ത്ഡേ ആരുടെ ആണ് എന്ന്. എൻ്റെ അല്ല,
ആ ബിനീഷ് ഏട്ടല്ല, വിനീഷ് ഏട്ടന്റെ ബർത്ത്ഡേ ആണ്. ഒന്ന് വിഷ് ചെയ്യേട്ടാ രാധേട്ടാ. വിനീഷ് വിനീഷ് வினீஷ் குமார் நீங்க தான் மதியம் சொன்னீங்களே ப்ரோ உங்க பர்த்டே ஆனு. എന്നെ ഫൂളാക്കണ മണി, എന്നെ ഫൂൾ. തമിഴാണോ മലയാളമാണോ കൂടുതൽ ഇഷ്ടം? തമിഴ് തന്നെ അല്ലേ? ചോദ്യം ചോദിച്ച് ഏട്ടൻ തന്നെ എന്താണ് ഉത്തരം പറഞ്ഞാൽ എങ്ങനെയാ? രണ്ടും ഇഷ്ടമാണ്, രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ நீங்க சாப்பிட்டீங்களா? நானும் சாப்பிட்டீங்க. மட்டன்ல கொஞ்சம் காரமா இருந்தது. இருந்தாலும் കുറേ திட்டெல்லாம் வாங்கி உட்காந்துட்டேன், வேற வழி இல்லை. നമസ്തേ നമസ്തേ. ഹാപ്പി ബർത്ത്ഡേ വിനീഷ്. ആ വിനീഷ് ഏട്ടൻ കേട്ടോ. വിനീഷ് ഏട്ടന് ബർത്ത്ഡേ പറയുന്നു, ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. സൂപ്പർ. മോഹൻ വിജയ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് വിനീഷ് കേട്ടോ. വി ഏട്ടൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നമ്മൾ പറയണം. യാറ് വിനീഷ് നമ്മളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട് ഏട്ടാ, അവർ പറഞ്ഞു ലൈവിൽ വന്നിട്ട് ഇന്ന് എൻ്റെ പിറന്നാളാണ് എന്ന്. അപ്പോൾ നമ്മൾ അതിന് വിഷ് ചെയ്യണ്ടേ? ആ അതുകൊണ്ടാണ് പറഞ്ഞത്. എവിടെ ഉണ്ട് ഒന്ന് തപ്പി വെക്കോളെ. വിനീഷ് കുമാർ CV. ആ കോയമ്പത്തൂരിൽ എവിടെയാ? കോയമ്പത്തൂരിൽ കുനിയമുത്തൂരായിട്ടാ. റീൽസ് ചെയ്യുമ്പോൾ കൂടുതൽ തമിഴ് വരുന്നു അതാ. ഞാനൊരു കാര്യം കേട്ടോ ഏട്ടാ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ എനിക്ക് മൊത്തം തമിഴ് പാട്ടുകളാണ് വരുന്നത്. മലയാളം പാട്ടുകൾ 1-2 വരുന്നത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ട പാട്ട്, എനിക്ക് എൻ്റെ മൈൻഡിൽ പാട്ടുകളൊന്നും ഉണ്ടാവില്ല. റീൽസ് നോക്കുമ്പോൾ പാട്ടുകൾ വരുമല്ലോ, അപ്പം അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് അങ്ങനെ ചെയ്യണമെന്ന് മാത്രം. അപ്പം അതിൽ മൊത്തം വരുന്നത് തമിഴാണ് കേട്ടോ. എന്ത് ചെയ്യാനാ? ഞാൻ ഫ്രണ്ട്സാക്കിയത് എല്ലാവരും തമിഴാണോ എന്നൊരു സംശയം, അതുകൊണ്ടായിരിക്കാം, അറിയില്ല. എനിക്ക് തമിഴ് പാട്ടുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം നോക്കുമ്പോൾ പഠിക്കും. അപ്പം അതങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ആർ യു വർക്കിംഗ് ദർ? ഏട്ടൻ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? ചിലർ പറയുന്നു എൻ്റെ അടുത്ത്, ഈ പാട്ടൊന്നും കേട്ടിട്ടേ ഇല്ല, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്നിട്ട്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുന്നു. മൊത്തം തമിഴ് ഫ്രണ്ട്സാണ് അതിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ. അതുകൊണ്ടാണ് എനിക്ക് തമിഴ് പാട്ട് തന്നെ വരുന്നത്. ചെല്ലത്താമരെ ചെറുതിരി ചുണ്ടിൽ ചോടിയോ, തുള്ളിത്തേനുമായി കനവുകളുള്ളിത്തുള്ളിയോ, ഈരം കാറ്റിൽ കുമ്പിൽ നീ വന്നറിഞ്ഞു. കണ്ടു. நாங்க அனிதாவை நாடு கடத்தலான்ட்டு കേരള ഇരുന്ന് തമിഴ്നാട്ടിൽ എന്താ പറയുന്നത്? എൻ്റെ പേര് മാറ്റണമോ? എന്തിന്? ഏട്ടൻ്റെ പേര് ബിനീഷ് ബിനീഷ് എന്നാണ്. ആ ഏട്ടൻ്റെ പേര് വിനീഷ് എന്നാണ്. ബി വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? എന്താ പഠിപ്പിക്കുന്നത്? ആദ്യം നീ പോയി പഠിച്ചിട്ട് പറയില്ല. അല്ല, ഞാൻ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കേട്ടോ, കാര്യമില്ല. അപ്പം ശരിയെന്ന് ഞാൻ പോകണം ഫ്രണ്ട്സ്. നമുക്ക് നാളെ ഉച്ചയ്ക്ക് കാണാം. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതിയൊക്കെ ആയിട്ട് ലീവൊന്നുമില്ല അല്ലേ? കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ട്. ആദ്യമൊക്കെ 1-ാം തീയതി, ഏപ്രിൽ 1-ാം തീയതി ലീവൊക്കെ ആയിരിക്കും, സ്കൂൾ ലീവൊക്കെ ആയിരുന്നു അല്ലേ? വിനീഷ് ബ്രോ മാറ്റുങ്ങളാ ബ്രോ? ഓക്കെ, ഗുഡ് നൈറ്റ് രമേശ്. ഓക്കെ, ഭയങ്കര ചൂട്. അപ്പം ശരിയെന്നാ പോട്ടെ. ഞാനിപ്പോൾ ഇനി കുറച്ച് നേരമായി. എല്ലാവർക്കും സംശയമായി, അതാ ചോദിച്ചത്. ഒരു സംശയമില്ല, ഞാൻ ക്ലിയർ ചെയ്തു. സാപ്പിട്ടീങ്ക ഇത് നിങ്ങൾ 2-ാമത്തെ പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യമാണ് ചോദിച്ചിരുന്നത്. ഞാൻ സാപ്പിട്ടീങ്ങ മട്ടൻ കുഴമ്പ ரொம்ப காரமாக இருந்தது. பேசினாங்க, நல்லா பேசினாங்க,
கேட்டுட்டு பேசாமல் இருந்துட்டீங்க. வேறு வழி தெரியல, தப்பு நம்ம மேலே. அதனால அமைதியாக இருக்க வேண்டியதான். பசங்களெல்லாம் காரம் வாங்க தண்ணி குடிக்கிறது, சாப்பிட்றது ரொம்ப கஷ்டம் பாவம். എൻ്റെ എന്താ ഡേറ്റ് ഏപ്രിൽ 14 തീയതിയോ? ഏപ്രിൽ 14 തീയതി എന്താ പ്രശ്നം? വിഷു 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 അല്ലേ? ഏപ്രിൽ 14 തീയതി വിഷുവാണ്. ഇന്ന് 7 പാട്ട് എഴുതി. 7 പാട്ട് എഴുതിയോ? താങ്ക് യു സോ മച്ച് ബിനീഷേട്ടാ. ഓക്കെ, അപ്പോൾ എന്നാൽ പിന്നെ ശരി കേട്ടോ. അനു, ഈ മാസത്തെ അവസാനത്തെ ഗുഡ് നൈറ്റ് ഇടാൻ ഞാനങ്ങ് പേടിച്ചു പോയി. അയ്യോ റോബിനേട്ടാ, ഹാപ്പി ഈസ്റ്റർ. എവിടെയാണ് ഏട്ടാ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? സുഖമല്ലേ? താമസിച്ചു പോയി. ഒന്നും കുഴപ്പമില്ല ഏട്ടാ, സുഖമല്ലേ? എന്നിട്ട് അവിടെ മഴയൊക്കെ ഉണ്ടോ ഏട്ടാ റോബിനേട്ടാ? തമിഴ്നാട് ഏപ്രിൽ 14 തീയതി ന്യൂ ഇയർ. കേരള സെയിം ന്യൂ ഇയർ. കറക്റ്റാപ്പാ? വിഷു വിഷു. കണി കാണും നേരം. ആ പാട്ട് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. നടക്കുമോ? നടക്കും എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ വിഷുവിൻ്റെ അന്ന് പരിപാടി സെറ്റ് സാരി കൊടുക്കണേന്നായിരിക്കും അല്ലേ? സെറ്റ് സാരി അല്ലേ? ഐ വിൽ ട്രൈ. സെറ്റ് സാരി കൊടുക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. വിഷുവായിട്ട് അല്ലേ? നോക്കാം. விஷு நான் நியூ இயர் தான் அப்படிங்களா? சரிங்க. എന്തായിരുന്നാലും കേരളാവിലും തമിഴ്നാട്ടിലും വിശേഷം എന്താ, നമുക്കൊന്നും പ്രശ്നമില്ല. വിഷുവിന് അടിപൊളി റീൽസ് ചെയ്യണം, സെറ്റ് സാരി കൊടുത്ത്. ഓക്കെ ഏട്ടാ, വിഷുവിന് ചെയ്യാവേ. അപ്പം ഞാൻ പോട്ടെ, മെല്ലെ. നടക്കാൻ വയ്യെങ്കിൽ ഓട്ടോ പിടിച്ച് പോവുക. ജയ് ശ്രീറാം. അപ്പോൾ ശരി എന്നാൽ ഞാൻ മെല്ലെ ഇറങ്ങുന്നു. നമുക്ക് നാളെ ഉച്ചയ്ക്ക് കാണാം ഫ്രണ്ട്സ്. ഇല്ലെങ്കിൽ ഞാൻ ഈ നേരത്തല്ലേ വരിക? ഇപ്പോഴും കൂടെ വന്നിട്ടുണ്ടാവില്ലേ? മടിച്ചേ. ഇന്ന് എന്ത് പറ്റിയാണ് ഇതൊക്കെയെന്ന് അറിയില്ല, നേരത്തെ വന്നു. അതല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞുവാവ ഉറങ്ങി. കുഞ്ഞുവാവ 2 വാവയും ഉറങ്ങി. മൂത്ത മോനാണ് മിണ്ടാതിരിക്കുന്നത്. 2 പേരും സുഖമായി ഉറങ്ങുന്നു. എത്ര മണിക്ക് ഉറങ്ങി അറിയോ? 7 മണിക്ക് ഉറങ്ങി അവർ 2 പേര്. അവർ 2 പേരാണ് കുറച്ച് ചെറിയ കുട്ടികൾ, പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാവില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ഉറങ്ങിയതുകൊണ്ട് ആകെ ബോറടിച്ചു. വിഷു ന്യൂ ഇയർ தான் எனக்கு தெரியலையா பினிஷ் ப்ரோ, நீங்கள் சொல்லுங்க. ഇനി വേണ്ട, ഇനി ഞാൻ പോകുന്നു. ടാറ്റാ. കൃഷ്ണമൂർത്തി ഗുഡ് നൈറ്റ്. കൃഷ്ണമൂർത്തി ഓക്കെ, ഫിനിഷ് ചെയ്യട്ടെ. ഉച്ചയ്ക്ക് കാണാം നാളെ. എന്നാൽ പിന്നെ പോയി ഉറങ്ങി കേട്ടെ. ഓക്കെ ഏട്ടാ, ഉറങ്ങിക്കോളാം. ടാറ്റാ. ആട്ടോ ഒന്നും വാങ്ങണം ബിനീഷ് ബ്രോ. ജയശ്രീം കൃഷ്ണൻ. എന്തായാലും മണി ഭയങ്കര കോമഡിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ജയശ്രീം കൃഷ്ണ രാധ. ശ്രീ കൃഷ്ണ. ടാറ്റാ ഫ്രണ്ട്സ്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായതേ. പോകല്ലേ, ഇനി പറയുന്നില്ല. കാര്യങ്ങൾ പറയുന്ന കേക്കട്ടെ. ഞാൻ പോകുന്നില്ല, ഇരിക്കും.
എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അനിതേ. പോവുകയല്ലേ, ഇനി പറയുന്നില്ല. പറയും, ഞാൻ വെയിറ്റ് ചെയ്യാം. ഏട്ടൻ പറയും രാധേട്ടാ. വെയിറ്റ് അനിത, ടൈം இருக்குப்பா. அப்படிங்களா? see you tomorrow. ഓക്കെ കൃഷ്ണമൂർത്തി ഏട്ടാ. പറയും രാധേട്ടൻ പറയും. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ കേൾക്കാനല്ലേ ഞാനിരിക്കുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. രാധേട്ടൻ പറയട്ടാ, കാര്യങ്ങൾ പറയും. ചെല്ലം പാടി നടക്കണ പുൽച്ചാടി. സമയമുണ്ട്, പറയൂ വെയിറ്റിംഗിലാണ്. പറയൂ വേഗം പറയൂ രാധേട്ടാ. ഭയങ്കര റിച്ച് കുറവാ. ഷമീർ ഏട്ടാ ഗുഡ് നൈറ്റ്. ഷമീർ ഏട്ടാ ഗുഡ് നൈറ്റ് പറഞ്ഞു പോവാണ്. ഓക്കെ പോയി വരൂ, നാളെ ഉച്ചയ്ക്ക് കാണാം. ഞാൻ വെറുതെ പറഞ്ഞതാണ്. നോണ. ഉടനെ പറയൂ ഉടനെ പോകും. അതെന്നെ ഇപ്പൊ പറയണോ? ഞാൻ വെറുതെ പറഞ്ഞു. അങ്ങനെ രാധേട്ടൻ വെറുതെ ഒന്നും പറയാറില്ല. സുനിൽകുമാർ ഗുഡ് നൈറ്റ്. പറ്റില്ല കേട്ടോ, ശരിയില്ല, ഞാൻ മിണ്ടില്ല. ഓക്കെ ഗുഡ് നൈറ്റ് ടാറ്റാ.